ഇൻഡോസൾഫാൻ ദുരിതബാധിതർ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അധികാരികളിൽ നിന്നും ലഭിച്ച ഉറപ്പ് ലംഘിക്കപ്പെട്ടതായി ദുരിതബാധിതർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇന്ന് എപ്പോഴത്തേക്കാണ് ഈ ഒരു കളക്ടറേറ്റ് മാർച്ച് ഉണ്ടാകുക? ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കാളിദാസ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി BC ജംഗ്ഷനിൽ നിന്ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഈ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്, ദുരിതബാധിതർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകി വന്നിരുന്ന സൗജന്യ പെൻഷനും മരുന്നും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് പുനഃസ്ഥാപിക്കുക, എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 1031 പേരെ തിരിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ സെൽ യോഗങ്ങൾ, അതായത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞു പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന യോഗങ്ങളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ആ യോഗങ്ങൾ ഇപ്പോൾ 2 വർഷക്കാലമായി ചേരുന്നില്ല. ഈ യോഗങ്ങളും അടിയന്തരമായി ചേരണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരും അവരുടെ കുടുംബവും ഇന്ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരം മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ 100 ദിവസത്തിലധികം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരം എൻഡോസൾഫാൻ ദുരിതബാധിതർ നയിച്ചിരുന്നു. 2024 മുഖ്യമന്ത്രി നിയമസഭയിൽ നേരിട്ട് നൽകിയ വാഗ്ദാനത്തിന്റെ ലംഘനമാണ് എന്ന് ആരോപിച്ചാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ ഈ പട്ടികയിൽ തിരിച്ചെടുക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് ഇതിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10:30 തന്നെ ഇത്തരത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് ഇവർ മാർച്ച് സംഘടിപ്പിക്കും. ശരി ജോസഫെ, തങ്ങൾക്ക് ലഭിച്ച വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണം, അത്തരത്തിലൊരു ആക്ഷേപം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചിലേക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതർ കടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.